നമസ്കാരം. നമ്മുടെ പോർട്ട് വകുപ്പ് മന്ത്രി പോർട്ടിൽ വരുമ്പോൾ ഇനി എന്തെങ്കിലും ഇതുപോലൊക്കെ കാണാനും സംസാരിക്കാനും തയ്യാറാവണം. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഓരോ തവണ നമ്മുടെ പോർട്ട് മന്ത്രി പോർട്ട് സന്ദർശിക്കുന്നു, വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ 2 ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, വലിയ പ്രതീക്ഷയാണ്. നമ്മുടെ തുറമുഖത്തെ സംബന്ധിച്ച് ഇതുവരെ ആരും പറയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സർക്കാരിന്റെ സ്വപ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഹുവാൻ എന്ന് പറയുന്ന ഒരു ആഡംബര ഫെറി രണ്ട് മൂന്ന് ദിവസമായി നമ്മുടെ ഫിഷിംഗ് ഹാർബറിൽ വന്ന് കിടപ്പുണ്ട്. മാൽദീവ്സിലെ ഫെറിയാണ് അത്. തൽക്കാലം ലക്ഷദ്വീപ് ഓപ്പറേറ്റ് ചെയ്യാൻ, ലക്ഷദ്വീപിൽ നിന്ന് മെയിൻലാൻഡിലോട്ട്, കേരളത്തിലോട്ട്, കോഴിക്കോടോ കൊച്ചിയിലോട്ടോ ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വാടകയ്ക്ക് എടുക്കുന്നതാവാം. അപ്പൊ അത് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ നിയമങ്ങൾ അതിനനുസരിച്ച് രജിസ്ട്രേഷനൊക്കെ പൂർത്തിയാക്കണം. അതിനുവേണ്ടിയാണ് ഈ ഹുവാൻ എന്ന് പറയുന്ന ആഡംബര ഫെറി 20 പേർക്കോളം സഞ്ചരിക്കാം. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പഴയകാല ഒരു ഓർമ്മയാണ്. ഈ തുറമുഖത്തിന്റെ ഡിസൈൻ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഡിസൈനോട് വലിയ വിയോജിപ്പുണ്ടായിരുന്നു. എന്നാൽ പോലും ഔദ്യോഗികമായി അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ തുറമുഖത്തിന് തൊട്ട് വടക്കുവശത്ത് ഫിഷിംഗ് ഹാർബറിനും ഇന്നത്തെ കണ്ടെയ്നർ ടെർമിനലിനും ഇടയിൽ ഏകദേശം ഒരു 500 മീറ്റർ ഉണ്ടാകുമോ എന്നറിയില്ല, 500 മീറ്റർ വീതിയിലുള്ള ഒരു കടൽ തീരമുണ്ട്. അപ്പൊ അവിടെ ഒരു ഫിഷിംഗ് ഹാർബർ മറീന എന്നൊക്കെ പറയുന്ന ഒരു ആശയം ആദ്യകാലങ്ങളിൽ സംസാരിച്ചിരുന്നു. ഈ അന്തർദേശീയ കപ്പൽപാതയുടെ 1 ഇഞ്ച് കടൽ പവൻ വിലയാണ്, സ്വർണ്ണ വിലയാണ്. അങ്ങനെയുള്ള ഒരു 500 മീറ്റർ കടൽ തീരം കാര്യമായ യാതൊരു പ്രയോജനമില്ലാതെ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്നുണ്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിനുവേണ്ടി മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും മത്സ്യത്തൊഴിലാളികൾ അല്ലാത്തവരും ഈ സമൂഹത്തിൽ ഉണ്ടല്ലോ, അവരും ജീവിക്കണമല്ലോ. അപ്പൊ അവർക്കുള്ള തൊഴിലവസരങ്ങൾ, ബിസിനസ്, നമ്മുടെ ഹോട്ടൽ സുഹൃത്തുക്കൾ, അവരുടെ ബിസിനസ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു മറീന എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടായിരുന്നു. അത് ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു ചിന്തയാണ് എനിക്ക് ഈ ഹുവാൻ എന്ന് പറയുന്ന ഹുവാനാണോ ഈ ആഡംബര വെസൽ ഇവിടെ വന്നത് കണ്ടപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് സംസാരിക്കാൻ തോന്നിയത്. അങ്ങനെയുള്ള ഒരു മറീനയെ കുറിച്ചിട്ടുള്ള സാധ്യത, ദ സ്കോപ്പ് ഓഫ് എ മറീന അറ്റ് വിഴിഞ്ഞം പോർട്ട് ഈസ് ഇമ്മൻസ്. എന്താ കാരണം? ഈ മറീന യാച്ചസ് എല്ലാം കടന്നു പോകുന്ന ഏറ്റവും അടുത്ത ഒരു തീരമാണ് നമ്മുടെ തുറമുഖം അടങ്ങുന്ന പ്രദേശം. അപ്പൊ അവിടെ ഒരു ചെറിയ സൗകര്യം ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ആയിരക്കണക്കിനൊന്നും പറയുന്നില്ല, നല്ല സീസണിൽ, നല്ല തെളിഞ്ഞ മഴയൊന്നുമില്ലാത്ത സമയത്താണെങ്കിൽ 5 or 10 ഒക്കെ ആയിട്ട് മറീനകൾ വന്നു പോകാൻ സാധ്യതയുള്ള ഒരു കടലാണ്. കാരണം ഇതൊന്നുമില്ലാത്ത ഉൾക്കടലിലായ ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ പോലും നിരവധി യാച്ചസ് അവിടെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ സാധ്യതയെക്കുറിച്ച് പറയുകയാണ്, ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ മാരിടൈം ടൂറിസം, ലെഷർ ബോട്ടിംഗ്, ക്രൂ ചേഞ്ച് ഫെസിലിറ്റീസ് ആൻഡ് എ ബേസ് ഫോർ ഷിപ്പിംഗ് പ്രൊഫഷണൽസ്. എന്തുകൊണ്ടും നമ്മുടെ ഈ മേഖല അനുയോജ്യമാണ്. അപ്പോ മത്സ്യത്തൊഴിലാളികളും ടൂറിസവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിൽ ആ ഒരു പീസ് ഓഫ് കടൽ എന്ന് പറയാവുന്ന 500 മീറ്റർ എന്ന് പറയാവുന്ന വീതിയുള്ള ആ പ്രദേശം 1 കിലോമീറ്ററോളം നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ തെക്ക് വശത്തുണ്ട്. ഫിഷിംഗ് ഹാർബറിന്റെ ഒരു ചെറിയ ബ്രേക്ക് വാട്ടർ വടക്ക് വശത്തുണ്ട്. ഇതിന്റെ മധ്യപ്രദേശം വടക്ക് വശം മത്സ്യത്തൊഴിലാളികൾക്ക് തന്നെ വിട്ടുകൊടുക്കുക, അവരും ജീവിക്കണം. വടക്ക് വശത്ത് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, തെക്ക് വശത്ത് ഈ മറീനയ്ക്ക് വേണ്ടി. അപ്പൊ തെക്ക് വശത്തിന്റെ സൗകര്യം എന്താണ്? മറീന വന്നു കഴിഞ്ഞാൽ കസ്റ്റംസ്, എമിഗ്രേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരെ നമ്മുടെ പോർട്ടിന്റെ വഴികളിലൂടെ, ഗേറ്റിലൂടെ പുറത്തു കൊണ്ടുപോകാൻ, അകത്തു കൊണ്ടുവരാൻ കഴിയും. അപ്പൊ ഈ തരത്തിൽ ആ പ്രദേശത്തെ ഉപയോഗപ്പെടുത്തിയാൽ അട്രാക്ടിങ് ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ യാച്ചിങ് കമ്മ്യൂണിറ്റീസ്, 2 തരത്തിലുള്ള യാച്ചിങ്, ഇപ്പൊ ബോംബെയിൽ നിന്നും ഗോവയിൽ നിന്നും ഒക്കെ വരുന്നത് കൂടാതെ സിംഗപ്പൂരിൽ നിന്നും ദുബായിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒക്കെ വരുന്ന യാച്ചസുകളെയും നമുക്ക്
സ്വീകരിക്കാൻ പറ്റും. ബീങ് ജസ്റ്റ് 10 nautical miles ഫ്രം ദ ഈസ്റ്റ് വെസ്റ്റ് ഷിപ്പിംഗ് റൂട്ട് മേക്സ് ഇറ്റ് ഐഡിയൽ ഫോർ സ്റ്റോപ്പ് ഓവേഴ്സ്. ഒരു ചെറിയ ഒരു സ്റ്റോപ്പ് ഓവറിന് പറ്റിയ സ്ഥലമാണ്. റീഫ്യൂവലിംഗ്, അവർക്ക് വലിയ ടാങ്ക് ഒന്നും ഇല്ലല്ലോ, ചെറിയ യാച്ചസ് ആവുമ്പോൾ അധിക ദൂരം സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് റീഫ്യൂവലിംഗ് വേണ്ടി വരും. റീഫ്യൂവലിംഗ് ആൻഡ് ക്രൂ ചേഞ്ചസ്, ആർക്കെങ്കിലും കരയിലോട്ട് കയറണം ഇറങ്ങണമെങ്കിൽ വിമാനത്താവളമുണ്ട്, ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള സൗകര്യമുണ്ട്. ക്രൂ ചേഞ്ചസ് ഫോർ യാച്ചേഴ്സ് ആൻഡ് ലഷർ വെസൽസ്. അപ്പൊ ഇങ്ങനെ ഒരു ചിന്തയാണ് എനിക്ക് ഈ മാൽദീവ്സ് നിന്ന് വന്ന ഈ യാച്ച് കണ്ടപ്പോൾ. എന്തുകൊണ്ട്, അപ്പം ആ സമയത്താണ് മന്ത്രിയും വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന്. ആ 500 മീറ്റർ വരാവുന്ന കടൽ തീരം, അതിന്റെ കടല് ശാന്തമാക്കി എടുക്കുവാൻ പുതിയ ടെക്നോളജികളുണ്ട്. അതിന് നമ്മുടെ ഈ ഭീമൻ കല്ലുകൾ ഇടുന്ന ബ്രേക്ക് വാട്ടർ തന്നെ ആവശ്യമില്ല. പോന്തൂൺസ് എന്ന് പറയും, പോന്തൂൺസ്, ഫ്ലോട്ടിംഗ് ജെട്ടീസ് എന്നാണ് പറയുന്നത്. പോന്തൂൺസ് ആർ എ കോമൺ ടൈപ്പ് ഓഫ് ഫ്ലോട്ടിംഗ് ബ്രേക്ക് വാട്ടർ designed to reduce wave action for protecting coasts, marinas and structures. ഇവിടെ വമ്പൻ കപ്പലുകൾ വന്നു നിന്ന് ഒരു ഉലയ്ക്കലുമില്ലാതെ ക്രെയിനുകൾക്ക് കൃത്യമായി പോയി എടുത്തുകൊണ്ട് വെക്കേണ്ട പരിപാടിയൊന്നുമല്ല. യാച്ചസുകൾക്ക് വന്ന് സേഫായിട്ട് പാർക്ക് ചെയ്യണം. അതിന് ഈ ഫ്ലോട്ടിംഗ് ജെട്ടീസ് വരെയുണ്ട്. അവയ്ക്കൊക്കെ വന്ന് പാർക്ക് ചെയ്ത് ഇറങ്ങിപ്പോകാനും വരാനും ഒക്കെയുള്ള ഫ്ലോട്ടിംഗ് ജെട്ടീസ് ഉണ്ട്. അതുകൂടാതെയാണ് മൊത്തത്തിൽ ഈ 500 മീറ്ററോളം ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്ന പൊന്തൂൺസ്. ഇതൊക്കെ ലോകം മുഴുവൻ ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കിങ്ങനെ ഒരു സൗകര്യം വന്നിട്ടും നമ്മുടെ ഒരു ചിന്തയിലും, പോട്ടെ മന്ത്രിമാർക്ക് ഇതൊന്നും അറിയില്ല, അവർ ഇതിന്റെ ഒന്നും എക്സ്പേർട്സ് അല്ല. നമ്മുടെ പോർട്ട് സെക്രട്ടറി മുതലായ മുതലാളിമാരുണ്ടല്ലോ, വിസിൽ മുതലാളിമാരുണ്ടല്ലോ, എന്താണ് അവരുടെ ഒന്നും ചിന്തയിൽ ഇതൊന്നും വരാത്തത്? ലോകം മുഴുവൻ കറങ്ങി നടക്കുന്ന ആളുകളാണല്ലോ. അവർക്ക് വേറൊരു ഉദാഹരണം കൂടെ തരാം. Today, the 360 meter long floating breakwater installed at La Spezia, ഒരു സ്ഥലമാണ്, ഇറ്റലിയിലെ ഒരു കടൽ തീരമാണ് ലാ സ്പെഷ്യ, with a width of 10 meter and overall height of 2.4 meter, is the largest installation. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഫ്ലോട്ടിംഗ് ജെട്ടി. എത്രയാണ്? 10 മീറ്റർ വിഡ്ത്ത് ഓഫ് 10 മീറ്റർ വീതിയുണ്ട്. ഓവറോൾ ഹൈറ്റ് ഓഫ് 2.4 മീറ്റർ ബ്രേക്ക് വാട്ടർ. അപ്പൊ അത്രയും കടലിനെ തടയാൻ പറ്റുന്ന തരത്തിൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബ്രേക്ക് വാട്ടർ, 360 മീറ്റർ നീളമുള്ള ഫ്ലോട്ടിംഗ് ബ്രേക്ക് വാട്ടർ ഇറ്റലിയിലുണ്ട്. ഇതൊന്നും പോയി കാണാൻ ഇനിയിപ്പോ ഇറ്റലി വരെ ആരും ടിക്കറ്റ് ഒന്നും എടുത്ത് പോകട്ടെ. ഇതെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കെല്ലാം കിട്ടി, പടങ്ങൾ ഇതിൽ കാണിക്കുന്നത് പോലെ. അപ്പോ എത്ര യാച്ചസ് വന്നു പോകേണ്ട സമയം കഴിഞ്ഞു. ഇപ്പൊ അതേ കസ്റ്റംസും ഇമിഗ്രേഷനും ഒക്കെ വരുമ്പോൾ എല്ലാ സംവിധാനവും റെഡിയാവുകയാണ്. അതിനനുസരിച്ച് വളരെ സമവായത്തോടെ മത്സ്യത്തൊഴിലാളികളും യാച്ചസും എന്ന് പറയുന്ന തരത്തിൽ പുതിയൊരു ടൂറിസം സാധ്യതയ്ക്ക് വേണ്ടി ഈ സ്ഥലം, ഈ പൊന്നായ കടൽ ഉപയോഗപ്പെടുത്തണമെന്നാണ് സെയിലിംഗ് കമ്മിറ്റിയുടെ അഭ്യർത്ഥന. നമ്മുടെ അക്കിതേത ആഗോള വിഷയമാവുകയാണ്. നമ്മുടെ സുനിൽ അലക്സ് പ്രേക്ഷകരാണ്, റിപ്പോർട്ടർ, സെയിലിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടർ പ്രേക്ഷകരാണ്. അദ്ദേഹം എനിക്ക് ഒരെണ്ണം തേടി പിടിച്ച് അയച്ചു തന്നു. അന്തർദേശീയ പഠന വിഷയമാവുകയാണ് നമ്മുടെ അക്കിതേത അറസ്റ്റും മോചനവും. സിംഗപ്പൂർ യൂണിവേഴ്സിറ്റി, നാഷണൽ യൂണിവേഴ്സിറ്റി, ദ കേസ് സ്റ്റഡി സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് MSc Akiteta II has been included in the curriculum of the National University of Singapore for its maritime law students. അവിടെയുള്ള മാരിടൈം ലോ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കുവാനുള്ള സബ്ജക്റ്റ് ആയിട്ട് നമ്മുടെ കേസ്, അഖിതേതയുടെ കേസ് കൊടുത്തിട്ടുണ്ട്. ദിസ് ഇൻക്ലൂഷൻ റിഫ്ലെക്ട്സ്, ഇത് സുനിലിന്റെ അദ്ദേഹത്തിന്റെ റിഫ്ലക്ഷനാണ്. This inclusion reflects the case growing significance in international maritime jurisprudence and its relevance to contemporary legal challenges in the sector. 163 ദിവസം തടവിലാക്കിയ കപ്പൽ ആഗോള വാർത്തയായി കഴിഞ്ഞു. കാലദൈർഘ്യം മാത്രമല്ല, ആവശ്യപ്പെട്ടിരിക്കുന്ന തുക, അതിന്റെ ന്യായ അന്യായങ്ങൾ തുടങ്ങിയവയൊക്കെ ഈ പറയുന്ന അന്തർദേശീയ അഡ്മിറാലിറ്റി ലോ എന്ന് പറയും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണോ അതിന് പുറത്താണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സിംഗപ്പൂരിലെ കുട്ടികൾ പഠിക്കും.
നമ്മുടെ ഇവിടെ ഇപ്പോഴും ആരെങ്കിലും ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടോ എന്നറിയില്ല.